വ്യാഴാഴ്ച മുതൽ പുതിയ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല. കടുത്ത തീരുമാനവുമായി ഫിയോക്. ഫെബ്രുവരി 22 വ്യാഴാഴ്ച മുതൽ റിലീസ് ചെയ്യാനിരിക്കുന്ന മലയാളം സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം പ്രഖ്യാപിച്ച ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള നിലപാട് സ്വീകരിച്ചു. തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങൾ ധാരണ ലംഘിച്ച നിർമ്മാതാക്കൾ OTTക്ക് നൽകുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് റിലീസ് നിർത്തിവച്ചിരിക്കുന്നതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. നിലവിലെ കരാർ പ്രകാരം തിയേറ്റർ റിലീസുകൾക്കും OTT പ്ലാറ്റ്ഫോമുകളിലെ ലഭ്യതയ്ക്കും ഇടയിൽ 42 ദിവസത്തെ വിൻഡോ പീരീഡ് നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് ഫിയോക് പ്രസിഡന്റ് കെ വിജയകുമാർ വെളിപ്പെടുത്തി. എന്നിരുന്നാലും നിർമ്മാതാക്കൾ സ്ഥിരമായി ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതിലും നിശ്ചിത സമയപരിധിക്ക് മുൻപായി OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നതിലും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു. 42 ദിവസത്തിന് ശേഷമേ ചിത്രങ്ങൾ OTTയിൽ നൽകുകയുള്ളൂ എന്ന ധാരണ പലരും തെറ്റിച്ചു. റിലീസ് സമയത്തെ നിർമ്മാതാക്കളുടെ തിയേറ്റർ വിഹിതം 60% നിന്ന് 55% കുറയ്ക്കണം. ബുധനാഴ്ചയ്ക്കകം പരിഹാരം കണ്ടില്ലെങ്കിൽ പുതിയ മലയാള സിനിമാ ചിത്രങ്ങൾ റിലീസ് ചെയ്യില്ലെന്ന് ഫിയോക് ഭാരവാഹികൾ അറിയിച്ചു. സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളെ ഒതുക്കി മൾട്ടിപ്ലക്സുകളെ നിർമ്മാതാക്കൾ അകമഴിഞ്ഞ് സഹായിക്കുന്നുവെന്നും ഫിയോക് ഭാരവാഹികൾ ആരോപിച്ചു. ഫിയോക്കിന്റെ തീരുമാനം പുതിയ ചിത്രങ്ങളുടെ റിലീസ് പ്രതിസന്ധിയിലാക്കും. നിലവിൽ തിയേറ്ററുകളിലുള്ള സിനിമകളുടെ പ്രദർശനം തുടരും. അതേസമയം റിലീസ് നിർത്തിവെക്കും എന്ന് അറിയിച്ചിട്ടില്ല എന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി. ഫിലിം എക്സിബിറ്റേഴ്സ് യൂണിയൻ ഓർഗനൈസേഷൻ ഓഫ് കേരളയുടെ ഈ തീരുമാനം നിശ്ചിത തീയതിയിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെ വരാനിരിക്കുന്ന സിനിമകളെ തീർച്ചയായും ബാധിക്കും. ദിലീപ് നായകനായ തങ്കമണി പോലെയുള്ള മറ്റ് ബിഗ് ബജറ്റ് പ്രൊഡക്ഷൻസുകളും അസോസിയേഷന്റെ നിലപാട് കാരണങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. മമ്മൂട്ടിയുടെ ഭ്രമയുഗം, യഥാക്രമം, നസ്ലിൻ, മമത ബൈജു എന്നിവർ അഭിനയിച്ച പ്രേമലു തുടങ്ങിയ സിനിമകൾ ഈ ബഹിഷ്കരണം ബാധിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം OTT വിൻഡോ പീരീഡ് മാനദണ്ഡങ്ങളുടെ ലംഘനത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരള തിയേറ്റർ അടച്ചുപൂട്ടലടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയ ചരിത്രമുണ്ട്. മുൻകാലങ്ങളിൽ തിയേറ്ററുകളിലും OTT റിലീസുകളിലും തമ്മിലുള്ള സമയ ഇടവേള വർദ്ധിപ്പിക്കണമെന്ന് വാദിച്ച് അസോസിയേഷൻ സംസ്ഥാനത്തുടനീളമുള്ള തിയേറ്ററുകൾ 2 ദിവസത്തേക്ക് അടച്ചുപൂട്ടിയിരുന്നു. വ്യവസായ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിനും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലുടനീളമുള്ള സിനിമകളുടെ റിലീസിന് ന്യായവും നിലവാരമുള്ളതുമായ സമീപനം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ നീക്കം പ്രതിഫലിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംയുക്ത പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു തിയേറ്റർ സംഘടന ഈ മാസം 22 മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചതായി മാധ്യമങ്ങളിലൂടെ അറിയുവാൻ കഴിഞ്ഞു. ശ്രീഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിലിംസ് പ്രദർശനത്തിനെത്തിക്കുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം 22 തന്നെയും തുടർ ചിത്രങ്ങൾ തീരുമാനിച്ച തീയതികളിൽ തന്നെയും പ്രദർശനത്തിന് എത്തുമെന്ന് അറിയിക്കുന്നു. ഞങ്ങളോട് എന്നും ഊഷ്മളബന്ധം പുലർത്തിയിരുന്ന കേരളത്തിലെ തിയേറ്ററുകൾ ഈ ചിത്രം പ്രദർശിപ്പിക്കുമെന്ന കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ തിയേറ്ററുകളുമായി തുടർന്നും ഞങ്ങൾ സഹകരിക്കുമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഈ ചിത്രം പ്രദർശിപ്പിക്കാത്ത തിയേറ്ററുകളുമായി തുടർ സഹകരണം വേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം എന്നുമായിരുന്നു ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. ഇതോടെ 2 സംഘടനകൾ പരസ്യമായ പോരിലേക്കാണ് നീങ്ങുന്നതെന്നാണ് സൂചന.